ജനിച്ചു വളർന്ന ഒരാളാണ്. എമ്പിലാണ് എൻ്റെ ചെറുപ്പകാലം ഒത്തിരി ആളുകൾ പെരുമയ്ക്ക് വരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ഭാഗത്തോട്ടൊക്കെ വന്നിട്ടില്ല. ഈ പ്രത്യേകിച്ച് ഈ ഏരിയയിൽ നിന്ന് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. തലയോപ്പുറമാണ് ലാസ്റ്റ് ആറാം വരെ ഉള്ളൂ. എൻ്റെ കൂട്ടത്തേക്ക് പോകുന്ന വഴിയൊക്കെ കറങ്ങുന്ന പിന്നെ വെള്ളൂരൊക്കെ ചെറിയ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് വലിയ അസുലഭ അവസരമായിട്ട് ഞാൻ കാണുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു സംരംഭത്തിന്റെ ഉദ്ഘാടകനായി എത്തിച്ചേരാൻ സാധിച്ചതിൽ എനിക്ക് അധികം സന്തോഷമുണ്ട്. ഇതിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഈ പീനൽ പാലിയേറ്റീവ് കെയറുമായിട്ടൊരു ബന്ധമുള്ളതുകൊണ്ടും പിന്നെ നിങ്ങളുടെ കെയർ അച്ഛൻ്റെ സഭയായതുകൊണ്ടും പുള്ളിക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി. പിന്നെ നമ്മുടെ ജില്ലയിൽപ്പെട്ട ഒരു മഹാസംഭവമായതുകൊണ്ടുമൊക്കെ സൗകര്യം ഉണ്ടാക്കി വന്നതാണ്. അതിനുവേണ്ടി പിന്നെ നമ്മുടെ സിനിമ കാണുന്ന ആൾക്കാരെയൊക്കെ കാണാം, അവരോട് സംസാരിക്കാമെന്നൊക്കെ ഇങ്ങനെ പല നിർദ്ദേശങ്ങളിലാണ് ഞാനിവിടെ എത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം മലങ്കര ഓർത്തഡോക്സ് ബിഷപ്പ് മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്കപ്പുറം മമ്മൂട്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതായിരുന്നു ബിഷപ്പ് പറഞ്ഞത്. 10ഓളം ജീവകാരുണ്യ പദ്ധതികളുടെ അമരത്ത് ഈ മഹാനടനാണെന്നായിരുന്നു ബിഷപ്പ് വ്യക്തമാക്കിയത്. ഇതെല്ലാം കേട്ട് ചെറുപുഞ്ചിരിയോടെ ഇരുന്ന മമ്മൂട്ടി മറുപടി പ്രസംഗത്തിൽ അതെല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. 25 വർഷങ്ങൾക്ക് മുൻപ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന സംഘടനയുടെ പ്രവർത്തനം ആരംഭിച്ചത് 25 ലക്ഷം രൂപ കൊണ്ടായിരുന്നു. തിയേറ്ററിലെത്തി പണം കൊടുത്ത് സിനിമ കണ്ട് വിജയിപ്പിക്കുന്ന സാധാരണക്കാരന് അതിന്റെ ഒരു വിഹിതം എങ്ങനെ മടക്കി നൽകാം എന്ന ചിന്ത കണ്ണീര് പൊഴിക്കുന്നവനൊപ്പം നിൽക്കാൻ പ്രേരിപ്പിച്ചു. വിവിധ ഘട്ടങ്ങളിലായി ഒട്ടേറെ പേർക്ക് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം നൽകി. സംഘടനയ്ക്ക് ഒപ്പം നിന്നു. പിന്നീട് കാഴ്ച എന്ന പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. 10,000-ലേറെ പേർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തി കൊടുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ 10ഓളം വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നതെന്ന് ബിഷപ്പ് പറഞ്ഞു. പക്ഷേ എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ അതൊരു വലിയ മഹാകാര്യമായിട്ട് ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. പുള്ളി എവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ചായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഒരു വലിയ നമ്മുടെ സമൂഹത്തോടും എന്ന് പറയുന്നത് നമ്മുടെ സഹജീവികളോടുള്ള നമ്മുടെ സമീപനമാണ്. നമ്മുടെ സംസ്കാരം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ മറ്റുള്ളവർ നമ്മോടൊപ്പം ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്കൊരു സംസ്കൃതി ഉണ്ടാകുന്നത്. അങ്ങനെ അതിനൊരു ഭാഗമായിട്ട് ഞാൻ കണക്കാക്കി. ഏതായാലും ഇവിടെ ഇങ്ങനെ വരാനും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ചത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കേരൻ ഷെയർ എന്ന് പറയുന്നത് പലർക്കും ഇത് എന്താണെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ വിശദീകരിച്ച് വേണമെന്ന് വിചാരിക്കും. നമ്മുടെ എല്ലാ വേദനകളുടെ പലതരത്തിലുള്ള രോഗങ്ങളുകൊണ്ട് മനുഷ്യന് വേദന ഉണ്ടാകാം. ഏത് രോഗത്തിൽ വേദനകൾക്കൊരു പുതപ്പെട്ട് മൂടുക എന്നാണ് ഈ പാലിയേഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിൽ ഉദ്ദേശിക്കുന്നത്. ഉൾപ്പെടണമെന്നോ അല്ലെങ്കിൽ ഒരു പുതപ്പെന്നോ ഒക്കെ പറയുന്ന അർത്ഥമാണ്. വേദനകൾക്ക് ശമനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. പല രോഗികൾക്കും ചികിത്സയുടെ അവസാന ഘട്ടത്തിൽ, അതായത് ചികിത്സ അവസാനിച്ച് ഇനി അങ്ങോട്ട് ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്നുള്ള നിലയിലെത്തുമ്പോൾ അവരുടെ വേദന ശമിക്കാനും അവർക്ക് ഇനിയുള്ള കാലം സന്തോഷകരമായി സമാധാനപൂർവമായിട്ടുള്ള ജീവിതം നൽകുക, അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഈ പാലിയേറ്റീവ് കെയർ ഉദ്ദേശിക്കുന്നത്. വളരെ വളരെ ജീവകാരുണ്യപരമായ ഒരു പ്രവൃത്തിയാണിത്. 10-20 വർഷം മുമ്പ് ഇത് കോഴിക്കോട്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റി ആണ് കേരളത്തിലേക്ക് ഇത് കൊണ്ടുവന്നത്. അവിടെ ഡോക്ടർ രാജഗോപാൽ, തിരുവനന്തപുരത്തുണ്ട് ഡോക്ടർ സുരേഷ്, അങ്ങനെ കുറേ ആളുകൾ കൂടിയാണ് ഇത് തുടങ്ങിയത്. അത് ഞാൻ കോഴിക്കോട്ടൊരു ഷൂട്ടിങ്ങിൽ ചെന്നപ്പോൾ 2 ആളുകളെ സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞു. അവരുടെ ചികിത്സയ്ക്കുള്ള ചിലവുകൾ കൊടുക്കാൻ പറ്റുമെന്ന്. എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്താ ഇതിന്റെ കാര്യങ്ങൾ. അപ്പോൾ അവരെന്ന് പറഞ്ഞെന്ന കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 പേര് എനിക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അല്ലാതെ എന്നെ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്നാണ് ഈ കൊയറൻസ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പേട്രനായിട്ട് രക്ഷാധികാരിയായിട്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും ആ ഷൂട്ടിംഗ് നടന്നു തീരുന്നതിനുള്ളിൽ തന്നെ ഒരു ഡിന്നർ വിത്ത് മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു പരിപാടി കോഴിക്കോട് സംഘടിപ്പിക്കുകയും ഒരു 10-15 ലക്ഷം രൂപയോളം അന്ന്
സമാഹരിക്കുകയും ചെയ്തു. അതായിരുന്നു ഈ പാലിയേറ്റീവ് കെയറിന്റെ ആദ്യത്തെ ഫണ്ട്. അപ്പൊ അതുമായിട്ട് സഹകരിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ലോകത്ത് ഒരുപാട് വളരെ വിപുലമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ആശയമാണ് ഈ പാലിയേറ്റീവ് കെയർ. അത് ഇപ്പോൾ കേരളത്തിൽ ഒരുവിധം എല്ലാവരും നല്ലോണം ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥി സമൂഹങ്ങളും സാമൂഹ്യ സേവന സംഘടനകളും ഒക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇതിന് മുൻകൈ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെ വൈദികരുടെ ഒരു സംഘം ഇതുപോലൊരു സംഘടനയുള്ള ഇതുപോലൊരു സംരംഭം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ ജീവകാരുണ്യവും ദൈവ പ്രീതിക്കും കൂടി ചേർന്ന് തന്നെയാണ്. മനുഷ്യനെ വേദനയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് വലിയ വലിയ കാര്യമാണ്. നമ്മൾക്ക് എല്ലാവർക്കും വേദനകൾ ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ അതുകൊണ്ടാണ് ഞാനിവിടെ